VK പടിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും ബസ്സുകൾ സർവീസ് റോഡിലൂടെ സർവീസ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. AR നഗർ പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, AR നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിന് റോഡിന്റെ മറുഭാഗത്തുള്ളവർക്ക് ഏറെ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിന് പരിഹാരമായി നടപ്പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ തന്നെ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയ ശേഷം വഞ്ചിക്കുകയായിരുന്നുവെന്ന് സമരക്കാർ ആരോപിച്ചു. കൂടാതെ ദീർഘദൂര ബസ്സുകൾക്ക് നിലവിലുള്ള VK പടിയിലെ ബസ് സ്റ്റോപ്പ് തുടരണമെന്നും ബസ്സുകൾ സർവീസ് റോഡിലൂടെ സർവീസ് നടത്തണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ബസ് കയറാനും ഇറങ്ങാനും കൊളപ്പുറത്തോ തലപ്പാറയിലോ പോകേണ്ട അവസ്ഥയിലാണ്. നേരത്തെ VK പടിയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബസ്സുകൾ 6 വരിപ്പാതയിലൂടെ പോകുന്നതിനാൽ പ്രദേശത്തുകാർക്ക് ബസ്സുകൾ കയറാൻ മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ട അവസ്ഥയാണെന്നും സമരക്കാർ ആരോപിച്ചു. ഇത് എന്തിനെന്ന് വെച്ചാല് ഈ റോഡും ആ റോഡും ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ടായിരുന്നു ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ റോഡിന്റെ കിടപ്പ്. ഇപ്പൊ ഞങ്ങൾക്ക് ആ സൈഡിക്ക് പോകാനും ഈ സൈഡിക്ക് വരാനും വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആവശ്യം എന്താന്ന് വെച്ചാല് ഫുട് ഓവർ ബ്രിഡ്ജാണ്. ഇത് ഞങ്ങളെ ഇതിന് ബന്ധപ്പെട്ടവർക്കൊക്കെ ഇതിന്റെ മുന്നേ കൊടുത്തിട്ടുണ്ട്, ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ശരിയായിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഇലക്ഷന് മുമ്പ് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം, ഇതിവിടെ ചെയ്തു തരുന്നുള്ള ഉറപ്പിനും വേണ്ടിയാണ് ഞങ്ങളിപ്പോ ഈ കുത്തിരിപ്പ് സമരം അനിശ്ചിതകാല സമരത്തിക്കാണ് ഈ ജനകീയ കൂട്ടായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. MP-ക്കും MLA-ക്കും ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നിരന്തരം നിവേദനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് വരികയും സന്ദർശിച്ച് ഇവിടെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം കളക്ടറേറ്റിലെ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും അടക്കം ചേർന്ന യോഗത്തില് തത്വത്തിൽ ഇത് കോയിനൂറും വെളിമുക്കും അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ട് VK പടിയും അംഗീകരിച്ചു എന്ന് പത്രത്തിലും ഇതിലൊക്കെ വന്നതാണ്. പിന്നെ അതിന് ശേഷമാണ് നമുക്കിത് നഷ്ടപ്പെട്ടത്. എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്നുള്ള അറിയില്ല. നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഞങ്ങളുടെ ചണ്ടപ്രായ റോഡ്. ഈ ചണ്ടപ്രായ റോഡിലൂടെയാണ് സത്യത്തില് പിന്നെ ഈ പഞ്ചായത്തിലെ ആകെയുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ ചണ്ടപ്രായ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ ചണ്ടപ്രായ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 5000-ലധികം കുട്ടികൾക്ക് പോകാനുള്ളതാണ്. ഈ 5000-ഓളം കുട്ടികൾക്ക് പോകാനുള്ള ഈ സ്കൂളിലേക്കുള്ള യാത്രാ സൗകര്യം ഞങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതേപോലെ പിന്നെ അവിടെ തന്നെയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് ഉള്ളത്, അവിടെ തന്നെയാണ് ഞങ്ങളുടെ വില്ലേജ് ഓഫീസ് ഉള്ളത്, ചണ്ടപ്രായ തന്നെയാണ് ഞങ്ങളുടെ കൃഷിഭവൻ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങള്, യാത്രാ സൗകര്യങ്ങള് ഈ നേരിട്ട് ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് ഒരു ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ കുട്ടികൾക്ക് ഇപ്പുറത്ത് വന്നിട്ട് വേണം ഞങ്ങൾ ഇരുമ്പുചോല, ഇപ്പൊ എന്റെ മോനും എന്റെ മോളും മക്കളൊക്കെ പഠിച്ചിരുന്ന സ്കൂൾ ഇരുമ്പുചോല, ഞാനടക്കം പഠിച്ചിരുന്ന സ്കൂളാണ്. അപ്പൊ ഇവിടെ ഭൂരിപക്ഷം ആളുകൾ ഈ സ്കൂളുകളിലേക്കൊക്കെ എത്തണമെങ്കിൽ അപ്പുറത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. അതേപോലെ മമ്പുറം സ്കൂളിലേക്ക് പോകണം. അതേപോലെ പിന്നെ മമ്പുറം ഹെൽത്ത് സെന്റർ ഉണ്ട്, തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ മമ്പുറം മക്കാമിലേക്ക് സിയാറത്ത് പോകണോട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പുറത്തെ VK പടി ജുമാ മസ്ജിദ്, ഇതുപോലെ ഇരുമ്പുചോല ജുമാ മസ്ജിദ്, ഇങ്ങനെയുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. റോഡ് വന്നത് മൂലം ഞങ്ങൾക്ക് അസൗകര്യമാണ് ഉണ്ടായിട്ടുള്ളത്. റോഡ് വന്നപ്പോഴുള്ള സൗകര്യം പോവുക ചെയ്തത്. ഈ സൗകര്യം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. അത് ഈ രണ്ടാമത് പറഞ്ഞ ആവശ്യമുണ്ടല്ലോ, ബസ് സർവീസ് ഇതിലാക്കുക എന്നുള്ളത്, അത് ഇപ്പൊ അധികാരികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഓർഡർ ഇറക്കിയാൽ ബസ് ഇതിലൂടെ വരും. അതിന് ഞങ്ങൾ ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അധികാരികൾക്ക് വിചാരിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റുന്നതാണ് ബസ് സർവീസ് ഇതിലാക്കുക എന്നുള്ളത്. അതിനത്ര റിസ്ക് ഒന്നുമില്ല. ആ റിസ്ക് ഇല്ലാത്ത സംഗതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ, ഈസി ആയിട്ട് ബസ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ തലപ്പാറ പോകണം. ഇനി ഒന്നുകൂടി അതിനേക്കാൾ ഈസി ആയിട്ട് വേണം വെളിമുക്ക് എത്തണം. വെളിമുക്ക് എത്തിയാലേ ഞങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഇപ്പൊ ഉള്ള ബസ്സൊക്കെ താഴെക്കൂടിയാണ് പോണത്. പ്രധാനമായിട്ടും ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് നിലവിലേറെ ആശ്വാസമായിരുന്നെങ്കിൽ ഇന്ന് നാഷണൽ ഹൈവേയുടെ പുതിയ റോഡ് വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾ അനുഭവിക്കുന്നത്. നിലവിൽ നമ്മുടെ ഈ റോഡ്
പിന്നെ സാധാരണഗതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടിസ്ഥാനമായി ചെയ്തു തരേണ്ട പല ആവശ്യങ്ങളും നമ്മുടെ NH അതോറിറ്റിയോ അനുബന്ധ ആളുകളോ ഉദ്യോഗസ്ഥരോ ചെയ്തു തരുന്നില്ല എന്നുള്ളതും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം വളരെയധികം പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത് എന്നുള്ളതും പറയാതിരിക്കാൻ സാധിക്കില്ല. നിരന്തരം ഇത് അജണ്ട വെച്ച് പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അറിയിപ്പ് നൽകിയിട്ടും പഴയ സ്ഥിതിയിൽ തന്നെ ഇത് തുടരുകയാണ്. നിലവിൽ ഇവിടെ ഒരു ഫൂട്ട് ഓവറോ അല്ലെങ്കിൽ ഇവിടെ യാത്രികർക്ക് കൃത്യമായിട്ട് ഒരു ബസ് സൗകര്യമോ ലഭിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതിലെല്ലാം ഉപരി ദീർഘദൂര ബസ്സുകൾ അത് നാഷണൽ ഹൈവേയുടെ RTOയുടെ നിർദ്ദേശത്തിനപ്പുറം പുതിയ ഹൈവേ റോഡ് ഉപയോഗപ്പെടുത്തുകയും ഇവിടുത്തെ ജോലിക്കാര്, സ്ത്രീകള്, കുട്ടികള്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദീർഘദൂര ബസ്സുകളെ അത് KSRTC ആയാലും മറ്റനുബന്ധ ദീർഘദൂര ബസ്സുകളായാലും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. VKPD പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട അങ്ങാടിയിൽ ഇപ്പോൾ ബസ് സർവീസ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. പലപ്പോഴും ബസ് സർവീസ് അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാരെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നാഷണൽ ഹൈവേ ഉപയോഗപ്പെടുത്തുകയും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിർത്തുകയും ഇഷ്ടപ്പെട്ടെടുത്ത് ബസ് ആളെ കയറ്റുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. പല സമയത്തും നമ്മളിത് അനുബന്ധപ്പെട്ട RTO ഓഫീസിലും കളക്ടർക്ക് ഉൾപ്പെടെ അറിയിപ്പ് നൽകി നമ്മൾ വേണ്ട സഹായം ആവശ്യപ്പെട്ടതാണ്. ഇതുവരെ അതിനൊരു അടിയന്തര നടപടി വേണ്ട രീതിയിൽ ബന്ധപ്പെട്ടവര് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഞങ്ങളെ സംബന്ധിച്ച്, ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ച്, ഏറനഗർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം ബസ്സുകളെ പിടിക്കാനും അതോടൊപ്പം തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും RTO ഉറപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബസ്സുകൾ തടയും. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് നിർബന്ധമായിട്ടും അനുവദിച്ചു തരണം. കൃത്യമായിട്ട് ബസ്സുകളെ അതത് സ്റ്റോപ്പുകളിൽ നിർത്തി തരണം. അല്ലാത്ത പക്ഷം ഇന്നിവിടെ രൂപീകരിച്ച പോലെ തന്നെ വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടി വലിയൊരു സമരമുഖത്തേക്ക് ഭരണസമിതി ഉൾപ്പെടെ പൊതുജനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് VKPD. ഇവിടെ നമ്മൾ ഈ ബസ് നിർത്തുന്നതിന് വേണ്ടി നിരവധി തവണ നമ്മളെ RTOയുമായി ബന്ധപ്പെട്ടാണ് ആളുകളെ അത് നേരിട്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താണ് ബസ്സുകൾക്കെതിരെ. എന്നിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രത്തോളം വൈകാരികമായിട്ട് നിൽക്കേണ്ടതും നടപടി സ്വീകരിക്കും. ഇത് തുടർന്ന് നൽകുകയാണെങ്കിൽ വളരെയേറെ നല്ല സമരത്തിന്റെ ഞങ്ങളെ മാറ്റേണ്ടി വരും എന്ന് മാത്രം പറയാനുള്ളത്. അതുകൊണ്ട്